ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളെ ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിനെ ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമുക്ക് അവരിൽ ആ ഒരു റിയലൈസേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ പ്രസൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അവർക്ക് എങ്ങനെയാണ് ഒരു മിസ്സിങ് ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നിങ്ങളെ വാല്യൂ ചെയ്യാത്തതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്തതിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളിലും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ്, നിങ്ങൾ ഒട്ടും തന്നെ ഇൻവിസിബിൾ ആകുന്നില്ല, അല്ലെങ്കിൽ വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായി നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും അവൈലബിലിറ്റി കൂടുന്ന സമയത്ത് അവരുടെ പ്രസൻസ് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അവരെത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ലൈഫിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒട്ടും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഫീലിംഗ് ഗ്രാൻറ്റഡ്, അല്ലെങ്കിൽ ടേക്കിംഗ് ഗ്രാൻറ്റഡ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാതെയാണ് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള പല പല ഫീലിങ്സിലേക്കും അത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരിലൊരു മിസ്സിങ് ഉണ്ടാക്കി നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്, അവരുടെ ലൈഫിൽ നിന്നും ചെറിയ രീതിയിൽ, വളരെ സ്ലൈറ്റ് ആയിട്ട് ഇൻവിസിബിൾ ആവുക, അതായത് അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ബെനിഫിറ്റ് ആയി മാറുന്നത് എന്നുള്ളത് കൂടി നോക്കാം. നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും ഒന്ന് ഇൻവിസിബിൾ ആവുന്ന സമയത്ത്, അതായത് സ്ലൈറ്റ് ആയിട്ട് ഒന്ന് ഇൻവിസിബിൾ ആവുന്ന സമയത്ത്, അവരുടെ ഡെയിലി ലൈഫിൽ, അവർ ഡെയിലി ചെയ്യുന്ന റൊട്ടീൻസിൽ തന്നെ അവർക്കൊരു ഇൻട്രപ്ഷൻ, ഒരു ചെറിയ ചെറിയ തടസ്സം നേരിടുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ആദ്യമായി കിട്ടും എന്നുള്ളതാണ്. ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിലായിരിക്കും. എന്നിരുന്നാലും കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം പെട്ടെന്ന് ഇല്ലാതാവുന്ന സമയത്തായിരിക്കും പലപ്പോഴും അത് നോട്ടീസ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കുക, റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു മോർണിംഗിലെ ഗുഡ് മോർണിംഗ് ടെക്സ്റ്റ് മെസ്സേജോ, അല്ലെങ്കിൽ ഒരു കോളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ഒരുപാട് മെമ്മറീസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിൽ ആബ്സെന്റ് ആവുന്ന സമയത്തായിരിക്കും, അയ്യോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇത്രത്തോളം എനിക്ക് ഹാപ്പിനെസ് നൽകിയിരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം ഞാൻ ഫോർച്ചുനേറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്ലെസ്ഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ അത് ആബ്സെന്റ് ആവുന്ന സമയത്ത്, അത് കിട്ടാതിരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കാൻ സാധിക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഒരു വാല്യൂ ചെയ്യാതെ, അല്ലെങ്കിൽ ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ ഒന്ന് ഇൻവിസിബിൾ ആവുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ബിസി ഷെഡ്യൂൾ ആയിരിക്കും ലൈഫിൽ. അപ്പോൾ ആ ഒരു ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ ഇതിനു വേണ്ടി, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ടൈം ആൻഡ് എനർജി ഒക്കെ. അപ്പൊ അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതി ചെയ്യാൻ സാധിക്കും. അതായത് അവരുടെ ലൈഫിൽ നിന്നും ചെറിയ രീതിയിലൊന്ന് ഇൻവിസിബിൾ ആവുക. ഇങ്ങനെ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അവർക്ക് ആദ്യം വരുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അവർ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യവും ഇത് തന്നെയായിരിക്കും. അതായത് ഡെയിലി ലൈഫിൽ, ഡെയിലി റൊട്ടീൻസിൽ വരുന്ന ഒരു ഇന്ററപ്ഷൻ, അതുവഴി അവർക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായി, എല്ലാ ആളുകളും ഉണ്ടായിട്ടും ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇങ്ങനെ അവൈലബിലിറ്റി കുറയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ അത് മനഃപൂർവ്വം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതായത് അവരെ അവരായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, അവരെ വളരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തി, നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷേ ഇതൊന്നും നിങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു വാക്കൊക്കെ ചിലപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവരുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെ അവൈലബിലിറ്റി കുറയ്ക്കുന്ന സമയത്ത് അവർക്കുണ്ടാകുന്നത്. ഇനി മൂന്നാമത്തെ
മൂന്നാമത്തെ ഒരു കാര്യം, പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ മനഃപൂർവ്വം കുറയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായി ഇൻവിസിബിൾ ആവുന്ന സമയത്ത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഗുഡ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം മാച്ചിങ് ആയ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതൊക്കെ അവർ ആ ഒരു സ്പേസിൽ നിന്നുകൊണ്ടായിരിക്കും മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി അവർ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകുന്ന സമയത്തായിരിക്കും അവർക്കത് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അവരായിട്ട് തന്നെ, അതായത് അവരെങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ, എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ്, ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും. പക്ഷെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്പേസിൽ നിന്നുകൊണ്ട് അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത്, അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ഇൻവിസിബിൾ ആവുന്ന സമയത്ത് അവർക്ക് അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ വാല്യൂ, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങളൊന്ന് ഇൻവിസിബിൾ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി മറ്റൊരാളുടെ ലൈഫിൽ നിന്നും കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കൂടി സ്പേസ് കിട്ടും, അല്ലെങ്കിൽ കുറെ കൂടി ടൈം കിട്ടും നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സമയം കൂടിയായിരിക്കും. അതായത് നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനും, നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ നിങ്ങളൊരു വാക്ക് പോലും അവരോട് പറയാതെ തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വളരെ വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്നും ഒന്ന് അവൈലബിൾ ആകാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ലൈഫിൽ മാക്സിമം സക്സസ്ഫുൾ ആവാൻ ശ്രമിക്കുക. ഫൈനലി, നിങ്ങൾ അവൈലബിലിറ്റി കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ടൈമാണ് കിട്ടുന്നത്, അതേ ടൈം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ പണ്ടത്തെ പോലെ ഇപ്പോൾ പ്രസന്റ് ആവാത്തത്, ഒരു ചെറിയ ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ സ്വയം അവർക്ക് മനസ്സിലാക്കാനും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ റീസൺ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം അവർക്കും ലഭിക്കുന്നുണ്ട്. ഇൻ കേസ് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ തന്നെ അവർക്കത് അവരുടെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് സെയിം മിസ്റ്റേക്ക് അവർ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അവർ നിങ്ങളെ ട്രൂലി, അല്ലെങ്കിൽ വളരെ ജെന്യൂൻ ആയിട്ടാണ് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ഒട്ടും വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് ഒന്നും നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ പലപ്പോഴും നിങ്ങൾ ഓവർ അവൈലബിൾ ആകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സ്ലൈറ്റ് ആയിട്ട് കുറയ്ക്കുക, നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നും ചെയ്യാതെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കത് മനസ്സിലാക്കാനും സാധിക്കും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകുകയും ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്